എങ്ങനെ നമുക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നാമതായി നമുക്കൊരു പോസിറ്റീവ് എൻവയൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ റൂമിൽ നല്ല ഇൻസ്പിറേഷണൽ പോസ്റ്റുകളോ കോട്ട്സുകളോ നിങ്ങൾക്ക് എഴുതി ഒട്ടിക്കാം. എല്ലാ ചെറിയ കാര്യത്തിനും നന്ദിയുള്ളവരും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കണം. ഡെഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇന്ന സമയത്തിനുള്ള ഇന്ന കാര്യം ചെയ്ത് തീർക്കണമെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. ലൈഫിൽ എന്തെങ്കിലും ചാലഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഏറ്റെടുത്ത് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കണം. നിങ്ങളെ തന്നെ നിങ്ങൾ റിവാർഡ് ചെയ്യണം. നിങ്ങൾ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ ട്രീറ്റ് ചെയ്യണം. ലൈഫിൽ വരുന്ന ഓരോ ചേഞ്ചസിനും നമ്മൾ അഡാപ്റ്റബിൾ ആയിരിക്കണം. നിങ്ങളുടെ പ്രോഗ്രസ്സിനെ നിങ്ങൾ ട്രാക്ക് ചെയ്യണം. മറ്റ് റോൾ മോഡൽസിൽ നിന്ന് പഠിക്കുക. അതായത് ഫെയിലിയർ ആയിരുന്നാലും സക്സസ് ആയിരുന്നാലും അവരുടെ ജീവിതത്തിൽ പല പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ വായിച്ച് കണ്ടും പഠിക്കണം. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെയും സാഹചര്യങ്ങളെയും മാക്സിമം ഒഴിവാക്കുക. അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറെ കണ്ടുപിടിക്കുക നിങ്ങൾ. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അത് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുന്ന പാർട്ട്നേഴ്സ്. എനിക്ക് വ്യക്തമായൊരു ഗോൾ വേണം. ഗോൾ ഇല്ലാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വ്യക്തമായ ഗോൾ വെച്ചിട്ട് വേണം അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി. പ്രയോറിറ്റി അനുസരിച്ച് വേണം ടാസ്ക് ചെയ്യാൻ. മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പാടില്ല. കാരണം ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. എല്ലാ ദിവസവും ഒരു റുട്ടീൻ വേണം. ആ റുട്ടീൻ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ലൈഫിൽ എന്തെങ്കിലുമായ ഡിപ്രഷൻസോ അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റത്തെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഹെൽത്താണ് നമ്മുടെ ജീവിതത്തിലെല്ലാം. നല്ല നല്ല ഭക്ഷണം കഴിക്കുകയും എക്സസൈസ് ചെയ്യുകയും ആരോഗ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നിങ്ങൾ സക്സസ് ആകുമെന്ന് തന്നെ അതനുസരിച്ച് പ്രയത്നിക്കുകയും വേണം. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നതിനും കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസ് കണ്ടുപിടിച്ച് നിങ്ങളെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും.